സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലിയതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്നെ ആരാധിക്കുന്ന സമൂഹമായി ഒരുമിച്ച് ഈ വലിയ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ തക്കോണം ആയുസ് ആരോഗ്യം ബലവും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആരാധന ദൈവപ്രസാദമുള്ള അനുഭവമായി തീരുവാൻ നീ ഒന്നിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹത്തിന്റെ ആരാധനയായി തീരുവാൻ സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയ ഗീതങ്ങൾ 19ാമത്തെ ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സോങ് നമ്പർ 19, സേനയിൻ യഹോവേ. Say
ഇപ്പോൾ 1 ഉം 2 ഉം പാഠങ്ങൾ വായിക്കുന്നു. The first lesson is taken from Isaiah chapter 6 verses 1 to 8. I read Isaiah chapter 6 verses 1 to 8. In the year that King Uzziah died, I saw the Lord high and exalted, seated on a throne, and the train of his robe filled the temple. Above him were seraphim, each with 6 wings, with 2 wings covering their face, with 2 they covered their feet, and with 2 they were flying, and they called to one another, Holy, holy, holy is the Lord Almighty, the whole earth is full of glory. At the sound of their voices, the doorposts and thresholds shook, and the temple was filled with smoke. Woe to me, I cried, I am ruined, for I am a man of unclean lips, and I live among the people of unclean lips. And my eyes have seen the King, the Lord Almighty. Then one of the seraphims flew to me with one live coal in his hand, which he had taken with tongs from the altar. With it he touched my mouth and said, See, this has touched your lips. Your guilt is taken away, and your sins atoned for. Then I hear the voice of the Lord saying, Whom shall I send, and whom will go for us? And I said, Here I am. Send me. Here ends the first lesson. രണ്ടാം പാഠഭാഗമായി യോഹന്നാനുണ്ടായ വെളിപാട് 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. The Revelation of John, chapter 4, verses 1 to 11. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന് ചുറ്റിലും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചകൾ. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴങ്ങവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായി 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളുങ്ങിനൊത്ത് കണ്ണാടിക്കടൽ. സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിക്കുന്നവനുമായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപാകെ ഇടും. ഇവിടെ 2-ാം പാഠം. ഉന്നത
പരിശുദ്ധ
നിങ്ങൾക്കെല്ലാവർക്കും
ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ നാളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറയുന്നത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനേ, നീ പ്രവാചകനെ ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുമെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശുവോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷായുധന്മാർ ദൈവത്തിലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവശ്യിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മെസ്സിഹായെന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നവൻ വരുമ്പോൾ സകലം അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെസ്സിഹാ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും നിരന്തരം വരെ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശരീരമേ തീരുകയും കുറിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യമേ അവകാശപ്പെടുത്തുകയും ചെയ്ത തമനാഥനായ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളും സ്തുതിയും ബഹുമാനമന്ത്രവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓശോ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവൻ, ശുദ്ധീകരിക്കുന്നവൻ, ക്ഷമിക്കുന്നവൻ, ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതെ മനസ്സിലാതെയാക്കുന്നതുമായ കർത്താവേ, സംഖ്യയില്ലാതെ പെരുപ്പവും വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവശക്തിന്റെയും പാപങ്ങളും
നിന്റെ സ്നേഹകാരുണ്യത്താൽ നാശനലമേ ദയതോന്നിയവനെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മത്സരന്മാരെയും കശീശന്മാരെയും സുവിശേഷരെയും വിശുദ്ധിയും മാത്രമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സർവവിശ്വാസികളെയും മോർത്തുകളമേ. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളേക്കുള്ള കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കമായി ശ്രമമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുമല്ലോ. സമാധാനത്തിന്റെ മക്കൾക്കുള്ള നല്ല അവസാന പൂർണ്ണതയ്ക്ക് ഞങ്ങളെ യോഗ്യതരാക്കണമേ. സ്തുതിയും സ്തോത്രം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. നിന്റെ മുൻപാകെ തന്റെ സ്നേഹമൂലം ലോകത്തിൽ വെളിപ്പെട്ട നിന്റെ വാത്സല്യത്തിന്റെ മുൻപാകെ തന്റെ ആവസിപ്പാൻ ലോകത്തെ പരിപാലനം ചെയ്യുന്ന വിശുദ്ധപാട് മുൻപാകെ നിന്റെ കർമാസനത്തിന് മുൻപാകെയുള്ള വിശുദ്ധായ അവിടത്തിന്റെ ഞങ്ങളെ ആത്മീയാകുന്ന സത്യനതാസ്തോത്രങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊടുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കരങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടയൊക്കെയും കുറ്റമെല്ലാം ആശ്രയിക്കുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധ മേശയെ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതരാക്കണമേ. ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ഭക്തന്മാരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ പരിപാലനമുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗകര്യം സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥ എല്ലാ വിധങ്ങളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകത്തിനുള്ള ശുശ്രൂഷയായി സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് വിമോചനവും ദൈവത്തിൽ നിന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധൻ ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് പട്ടക്കാരുടെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവരെയും കാണപ്പെടാത്തവരെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ ഞങ്ങൾ അവസാന
പാപമോചനത്തിനുള്ള മാമോദീസ. ഈ ആഴ്ചകളിൽ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട പേരുകൾ അറിയിക്കട്ടെ. ജൂൺ 21 ജോൺ കുര്യൻ ദുർഗ്, അലൻ എ ഫിലിപ്പ് ഹുഡുക്കോ. June 22nd, Subi Mary Jacob, Sector 10, Deepthi Aji, Huduko. June 23rd, Kunyunyama Abraham, Pattanapur, M.K. Philip, Ayyappa Nagar. June 24th, Mariama Joseph, Sector 4, Rohin S. Cherian, Rosali, Ashish Matthew, Vivekananda Nagar, Epen Abraham, Sector 2. June 25th, Anubhav Shaji, Huduko, Mercy Matai, Kailash Nagar. June 26th, Sureshni Matthew, Huduko, Biju Matthews, Pattanapur, Rachel Biju Baby, Huduko, Sally Varghese, Industrial Area, Sharon Annie Abraham, Rusali. June 27, Alisha Varghese, Sector 10. ഈ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന June 24th, K.I. John and family, Rusali. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടവയുടെ പേരിലുള്ള ജന്മദിന വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ പരമപിതാവേ, ഈ വിശുദ്ധ ദിവസ കർത്താവേ, നിന്നെ ആരാധിക്കാൻ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും നൽകിയ ദൈവമേ സ്തുതി. വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കുമായി ദൈവമേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ആയുസ്സിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ആഴ്ചകളിൽ ജന്മദിന വിവാഹ വർഷം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുകൃപ കർത്താവെ ഞങ്ങളുടെ പേരോട് കൂടെ ഉണ്ടായിരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നടത്തിയ വിവരങ്ങൾക്കായി ദൈവമേ സ്തുതി. കർത്താവെ ഓരോ ദിവസവും ഓരോ വർഷവും പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ വലിയ അനുഗ്രഹം പ്രാപിച്ച് ജീവിതം തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കുമായി ദൈവമേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട പ്രവേശിക്കുന്ന പുതിയ വർഷം കർത്താവെ ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് അനുഭവിച്ച ദൈവകൃപയ്ക്കായി ദൈവമേ സ്തുതിക്കുന്നു. കുറവുകൾ കൂടാതെ പാപങ്ങളിൽ നിന്ന് പരിഹാരത്തായി കർത്താവെ പുതിയ വർഷം ജീവിക്കാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നമ്മളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Showers of Blessings, song number 392 പാടുന്നതായ സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കുന്നതാണ്. Showers of Blessing 392 പാട്ട്. Ah
കരുണയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതി. ഒന്നുമില്ല ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങൾക്ക് ഇത്രത്തോളം ആയുസ്, ആരോഗ്യം, ബലം, സൗഖ്യം ഉയർത്തുന്ന ഞങ്ങൾക്ക് ദാനം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവമേ സ്തുതി. കർത്താവേ, ലോകജനത മുഴുവൻ കർത്താവേ കൊറോണ വൈറസ് മൂലം പ്രയാസത്താൽ ആയിരിക്കുമ്പോൾ കർത്താവേ സമാധാനവും ആശ്വാസവും സൗഖ്യവും ദേശത്തിൽ വരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെ കുറവുകളെ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാധനയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുറവുകൾക്കുമായി ദൈവമേ സ്തുതി. ഞങ്ങളുടെ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്രാഴ്ച നീ സ്വീകരിക്കണമേ. എല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അവയെല്ലാം പൂർണ്ണമായി തീരാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഒരു ഞായറാഴ്ച കൂടി ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും എല്ലാം ദൈവം നൽകുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ വിവിധ മേഖലകളിൽ ഭവനങ്ങളിൽ ഒക്കെ ഇരുന്നുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ആരാധന ജീവനും ചൈതന്യം നൽകുന്ന ആരാധനയാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷയിലൂടെ നമുക്കത് സാധിക്കുന്നു എന്നുള്ളത് അനുഗ്രഹപൂർണമായ അനുഭവമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്നല്ലോ. പല പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ് ജൂൺ 21. നമ്മുടെ ഇന്നത്തെ സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ചിന്ത വർഷിപ്പ് എന്നുള്ളതാണ്. ആരാധന, വർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് ദി ഫെയ്ത്ത് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഓഫ് ഫെയ്ത്ത് ഓഫ് ദി പീപ്പിൾ. ദൈവജനം, ആരാധന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ള ചിന്തയാണ്. ഇന്ന് എവൻഗേലിയൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാകണം. യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപരമ പിതാവേ, തിരുവചനാധ്യാന ചിന്തകൾക്കായ ദൈവമേ സ്തുതിക്കുന്നു. വചനം കേൾക്കുവാൻ, വചനത്തിൽ ബലപ്പെടുവാൻ, വചനത്തിലൂടെ സഞ്ചരിപ്പാൻ, വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വചന കേൾവിയിലൂടെ അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിയന്ത്രണവും കൃപയും നടത്തിപ്പും ഞങ്ങളുടെ മേലോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കുമായി ദൈവമേ സ്തുതി. തിരുവചനാധ്യാന ചിന്തകൾക്കാവേ ആത്മാവിൽ ഞങ്ങൾക്ക് ബലവും ശക്തിയും ഉത്തേജനം നൽകുന്ന അനുഭവമായി തീരുവാൻ സഹായിക്കണമേ. കുറവുകളെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനാവുന്ന കർത്താവെ, അടിയനോട് നീ കണ്ടെത്തണമേ. നിന്റെ സന്നിധി തളർന്നു പോകാതെ വീട് പോകാതെ നിൽപ്പാൻ തക്കണം നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവെ ആരാധനയെ സംബന്ധിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കുമായി ദൈവമേ സ്തുതി. ഓരോരുത്തരുടെ മേൽ ആ പരിശുദ്ധാത്മം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ശബ്ദമല്ല ദൈവമേ, ദൈവത്തിന്റെ വലിയ ആ ശബ്ദം കേൾപ്പാൻ തക്കണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമുക്ക് മനസ്സിലാകുന്നത്, യോഹന്നാൻ സമവീക്ഷണ സുവിശേഷങ്ങൾ വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രവും യേശുക്രിസ്തുവിന്റെ ജീവിത അനുഭവങ്ങളും ശുശ്രൂഷകളും നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു കാണുവാൻ സാധിക്കും. ആരാധനയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്രാധാന്യം നാം ഓരോരുത്തരും മനസ്സിലാക്കും. നമ്മുടെ കൊറോണ വൈറസ് മൂലം ലോക്ക്ഡൌൺ, ആരാധന ആലയങ്ങൾ ഒക്കെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ജനതാ കർഫ്യൂ ആരംഭിച്ച സമയം മുതൽ 3 മാസം തികയുകയാണ്. ഈ ആരാധന നമുക്ക് വെർച്വലായിട്ട് ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന അനുഭവങ്ങളിൽ നാം ഓരോരുത്തരും ആയിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആരാധന എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള അനുഭവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ദൈവപുത്രന്
ആണെന്ന വിശ്വാസത്തിലേക്കാണ് വായനക്കാരെ നയിക്കുന്നതാണ്. യേശു ക്രിസ്തു മശിഹ എന്നുള്ള വലിയൊരു സങ്കല്പമാണ് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിന്റെ പ്രവർത്തനത്തെക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ ആളത്വത്തിന് പ്രാധാന്യം നൽകുന്ന അനുഭവമാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീ ഇവരുടെ ഒരു സംഭാഷണമാണ് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തിലൂടെ ശമര്യക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദന്മാരും ശമര്യരും തമ്മിലുള്ളതായ വലിയ ഒരു ശത്രുത, വലിയൊരു ഗ്യാപ്പ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമ ചരിത്രം നാം പഠിക്കുമ്പോൾ ശലോമോന്റെ ഭരണത്തിന് ശേഷം, ശലോമോൻ രാജാവായതിനു ശേഷം രാജ്യം രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുന്നു. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. ശമര്യ ഉൾപ്പെടുന്ന പ്രദേശവും ഇസ്രയേൽ ഉൾപ്പെടുന്നതായ പ്രദേശവും. രഹോബയാം അതിനുശേഷം രാജാവ് ആകുന്നു. അതിനെ തുടർന്നാണ് ഈ രണ്ട് രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇവരുടെ വിഭജനത്തെ കുറിച്ചും രാജാക്കന്മാർ തമ്മിലുള്ളതായ യുദ്ധങ്ങളെ കുറിച്ചും അവർ തമ്മിലുള്ളതായ പ്രശ്നത്തെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ഒരു ടാക്സ് കൊടുക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ തമ്മിലുള്ള ശത്രുത ധാരാളമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. ഈ ശമര്യക്കാരി സ്ത്രീയും യേശു ക്രിസ്തുവും തമ്മിലുള്ള ഒരു സംഭാഷണം, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹത്തോടു കൂടി യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് ചോദിക്കുകയാണ്. ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഈ ഒരു സംഭാഷണം അത് പോകുന്നത് ആരാധനയിലോട്ടാണ്. ആരാധനയിലോട്ട് അത് നീങ്ങി ഈ ശമര്യക്കാരി സ്ത്രീയുടെ ഒരു മാനസാന്തരത്തോടുകൂടി അവരുടെ ഒരു സാക്ഷ്യത്തോടു കൂടി ഈ സംഭാഷണം അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാധനയുടെ ഒരു വലിയ അനുഭവമാണ് ഇന്നത്തെ ഈ ചിന്ത ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാധന എപ്രകാരം ആയിരിക്കണം? ആരാധന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമസ്കരിക്കുക, വണങ്ങുക, കുമ്പിടുക എന്നൊക്കെയാണ് ആരാധന എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ പുറത്തു നിന്ന് അകത്തോട്ട് പോകുന്നത് അല്ല ആരാധന, അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആരാധന എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ട് ചിന്തകൾ ഞാൻ പറയുകയാണ്. ഫസ്റ്റ് വൺ, സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. നമ്മുടെ ആരാധന എപ്രകാരമായിരിക്കണം? ഒന്ന്, ആത്മാവ് കേന്ദ്രമായ ആരാധന, സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. വെള്ളം ചോദിക്കുന്ന യേശു ക്രിസ്തു ഒറ്റയ്ക്ക് അവിടെ ശമര്യക്കാരി സ്ത്രീയോട് വെള്ളത്തിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം. ഈ പഴയ നിയമകാലത്തിൽ അസീറിയയുടെ ആക്രമണം മൂലം ഈ രാജ്യം രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുകയും ഈ രാജ്യത്ത് തന്നെ 10 കുലങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയും വിദേശ രാജ്യങ്ങളുടെ ഒക്കെ അക്രമം മൂലം പല രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസും പല രാജാക്കന്മാരുടെ സ്വാധീനം മൂലം ധാരാളമായിട്ടുള്ള ദൈവ സങ്കല്പങ്ങൾ ഈ ശമര്യയിൽ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. പല ദൈവസങ്കല്പങ്ങൾ ഒരുപക്ഷെ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു ദേശത്ത് തന്നെയും പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരേ ദൈവത്തെ ആരാധിക്കുന്നവരല്ല, ഒരേ ദൈവത്തെ വ്യത്യസ്തമായ ശൈലിയിൽ ആരാധിക്കുന്ന എല്ലാ രീതികളും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ശമര്യക്കാരി സ്ത്രീയും യേശു ക്രിസ്തുവും തമ്മിൽ സംഭാഷിക്കുമ്പോൾ ശമര്യക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ പ്രവാചകനാണോ എന്നും ദൈവമാണോ എന്നും മശിഹായ ആണോ എന്നും ചോദിക്കുന്നതായ സമയങ്ങളിൽ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടെ വരാതിരിക്കേണ്ടതിന് ആ ജീവന്റെ ജലം എനിക്ക് തരണമേ എന്ന് ശമര്യക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്. അതിന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരിക്കലും ഈ സ്ത്രീ ഈ തന്റെ ദാഹം തീരാത്തതായ ഒരവസ്ഥയിൽ ജീവിക്കുന്നതായ ഒരു സ്ത്രീയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ശമര്യക്കാരി സ്ത്രീയെ ഒരിക്കലും ഈ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ഒരു മോശം സ്ത്രീയായിട്ടല്ല. 5 കല്യാണം കഴിഞ്ഞ് 5 പേരെയും ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുന്നതായ ഒരു സ്ത്രീയായിട്ട് നമുക്ക് ധരിച്ചിരിക്കുന്നെങ്കിലും ഒരുപക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 5 ദൈവ സങ്കല്പങ്ങളുടെ അനുഭവമാണ്.
നീ നമസ്കരിക്കുന്നത്, നീ ആരാധിക്കുന്ന അനുഭവങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. അവിടെ പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ട്, എന്നാൽ ഇപ്പോൾ ഉള്ളവനോ ഭർത്താവ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിനെ വിളിക്കുക എന്ന് പറഞ്ഞു. അവിടെ ഹസ്ബൻഡ് എന്നുള്ള ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടെങ്കിലും ഗ്രീക്ക് ട്രാൻസ്ലേഷനിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് ബാൽ എന്നുള്ള, ബാലിൽ അതൊരു ദൈവത്തെ ആയിട്ടും അതൊരു ഭർത്താവായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശമരിയർ വിശ്വസിക്കുന്ന ദൈവസങ്കല്പവും ഇസ്രായേൽ വിശ്വസിക്കുന്ന ദൈവസങ്കല്പവും തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമുണ്ട്. അതുകൊണ്ടാണ് യഹൂദനായ യേശുവിനോട് ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നുണ്ട് ആരാധിക്കുന്നത് ഇവിടെയാണെന്ന്, ഞങ്ങൾ പറയുന്നു ആരാധിക്കുന്നത് മലയിലാണെന്ന്. ഇവിടെ പറയുന്നു, യേശുവോട് പറയുന്നതിൽ വാക്ക് വിശ്വസിക്കാം. വേഴ്സ് 20, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അവിടെ തന്നെ 2 തലത്തിലാണ് ഈ ആരാധിക്കുന്ന രീതികളെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ പറയുന്നു ഇത് ആരാധന ആലയത്തിൽ ആരാധിക്കണമെന്ന്, എന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് അത് മലയിലും ആണ് ആരാധന. എന്നാൽ യേശു ക്രിസ്തു അതിനെല്ലാം പൊളിച്ചെഴുതുകയാണ്, പറയുകയാണ്, ആരാധിക്കേണ്ടത് ആ മലയിലുമല്ല, ഇവിടെയുമല്ല, താഴ്വരയിലുമല്ല, അവിടെ കുന്നിലുമല്ല എന്നുള്ളത്. മോശ, അബ്രഹാം തുടങ്ങിയതായ എല്ലാ ആളുകൾക്കും ഈ മലമുകളിലാണ് ഈ ആരാധനയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തൽ അവിടുന്ന് ലഭിച്ചത്. അപ്പോൾ ആരാധിക്കേണ്ടത് അങ്ങനെയല്ല, അവിടെയുമല്ല, ഇവിടെയുമല്ല എന്നുള്ള ഒരു അനുഭവമാണ് പറയുവാൻ ശ്രമിക്കുന്നത്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന? യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ആത്മാവിലുള്ള ആരാധനയാണ്. സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. നമ്മുടെ ഒരിക്കലും നമ്മൾ സങ്കല്പിച്ചിട്ടില്ലാത്തതും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായ ഒരു ആരാധന രീതിയാണ് ഒരു വെർച്വൽ ആരാധന. നമ്മൾ മൊബൈലിലൂടെയും മീഡിയയിലൂടെയൊക്കെ ടിവിയിലൂടെയൊക്കെയാണ് ഇന്ന് ആരാധന നാം പങ്കെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പഴയ നിയമത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ആദ്യം ആരാധന ആരംഭിക്കുന്നത് ഭവനങ്ങളിലാണ്. ഭവന ആരാധന അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങളാണ് ആരാധിച്ച് പോകുന്നത്. കൂടാരം മാറ്റി മാറ്റി അടിക്കുന്നു, പോകുന്ന സ്ഥലങ്ങളൊക്കെ വർഷിപ്പ് പ്ലേസ് ആകുന്നു. ഇങ്ങനെ ആരാധന പോകുന്നു. അത് പിന്നെ സിനഗോഗിലേക്ക് വരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പീഡനങ്ങളുടെ അനുഭവങ്ങളിലൊക്കെ പള്ളിയിലോ പുറത്തൊന്നും പോയി ആരാധിക്കുവാൻ സാധിക്കാതെ പീഡനങ്ങളുടെ സമയങ്ങളിലൊക്കെ ഭവനത്തിൽ അടച്ച് ആരും കേൾക്കാതെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും ആരാധന സ്വാതന്ത്ര്യം വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും പള്ളിയിലും പരസ്യമായിട്ട് ആരാധിക്കുവാനായിട്ടുള്ള അനുഭവത്തിലായിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ജനറേഷനിൽ നമ്മൾ വീണ്ടും ഭവനത്തിൽ ആരാധന ആയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നത്, നീ ആരാധിക്കുന്ന ഈ സ്ഥലം അത് പ്രശ്നമല്ല, സ്ഥലത്തിന്റെ വിശുദ്ധിയല്ല, ആരാധനയുടെ വിശുദ്ധിയാണ് ആ സ്ഥലത്തെ പ്രാധാന്യം ആക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഭവനങ്ങളിലുള്ള ആരാധന ആരംഭിച്ചതിന് ശേഷം നമ്മുടെ വീടുകൾ ആരാധന ആലയങ്ങൾ ആയി മാറിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 28:16 യാക്കോബ് ഉറങ്ങുന്നതായ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ സഹോദരനെ കബളിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ യാക്കോബ് ഉറങ്ങി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ ഒരു ആരാധന ആലയം ആക്കി ഈ യാക്കോബ് അവിടെ മാറ്റുകയാണ്. യാക്കോബ് മനസ്സിലാക്കുകയാണ്, യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും അത് അറിഞ്ഞില്ല. നമ്മൾ ആരാധിക്കുന്ന എല്ലാ സ്ഥലത്തും ആ ദൈവത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഭവനത്തിലായിരുന്നാലും ഏതൊക്കെ സ്ഥലത്ത് നമ്മുടെ വർഷിപ്പ് പ്ലേസ് ആയിട്ട് നാം കൺവേർട്ട് ചെയ്യുന്നോ അവിടെ എല്ലാം ആരാധിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. True worshippers will worship in the faith, in the Father, in the Spirit and truth. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനയാണ്. അപ്പോൾ നമ്മുടെ ആരാധന അത് കൃത്യമായിട്ട് ആത്മാവിലുള്ള ആരാധനയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയും നമുക്കൊരു പാപബോധം ഉണ്ടാകുകയും
നമുക്കൊരു ന്യായതയെ കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകുകയും ചെയ്താൽ മാത്രമേ ഈ ആരാധന, നമ്മുടെ ആരാധന സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഒന്നാം പാഠഭാഗമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, യെശയ്യാവിൽ ഉണ്ടാകുന്ന വലിയൊരു ദർശനം. യെശയ്യാവ് 6:3 വാക്യം, ആരാധന സമൂഹത്തിൽ ഒരുത്തനൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ സർവഭൂമി തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആർത്ത് പറയുമ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മർപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. 5-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഈ ദർശനം കണ്ടതായ ഈ വ്യക്തിക്ക് ആരാധന നടന്നപ്പോൾ ഉണ്ടായ ഭാവമാറ്റങ്ങൾ, ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ ഉണ്ടായതായ വലിയ വ്യത്യാസങ്ങൾ, അതുവരെ ഉണ്ടായിട്ടില്ലാത്തതായ വലിയ ചിന്താഭാരം, ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതായ ഈ ആരാധനയിൽ ഈ ദർശനം കാണുന്നത് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ആരാധന യഥാർത്ഥ ആരാധനയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ഈ ആരാധന, നമ്മുടെ ഇന്നത്തെ ആരാധന കഴിഞ്ഞിട്ട് നമുക്ക് യാതൊരു മാറ്റവും യാതൊരു വ്യത്യാസവും ഇല്ല എങ്കിൽ നമ്മുടെ ആരാധന ഒരു സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ് ആയിരിക്കില്ല. ഒരു തിരിച്ചറിവ്, ഒരു പാപബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്ക്, റോമൻസ് 12:1, അവിടുത്തെ ആരാധനയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. നമ്മുടെ ആരാധന വെറുതെ, അത് അലംഭാവത്തോടു കൂടിയുള്ള ആരാധനയല്ല, ബുദ്ധിയുള്ള ആരാധനയായിരിക്കും. ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. സെക്കൻഡ് വൺ, ദ സ്ക്രിപ്ചർ സെന്റേർഡ് ലൈഫ്. 26-ാമത്തെ വാക്യത്തിൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറയുന്നു. ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നത്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു മശിഹ വരുന്നുണ്ട്. ഈ മശിഹ വരുമ്പോൾ അവൻ ഞങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തി തരും. ആരാധനയിൽ ഒരു ദൈവവചന അടിസ്ഥാനമായ ഒരു ജീവിതം നാം നയിക്കുകയാണെങ്കിൽ ആരാധനയിൽ നമുക്ക് വെളിപ്പെടുത്തൽ, റെവലേഷൻ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ആത്മാവിനുള്ള ജീവിതമുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിൽ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമുക്ക് ആവശ്യം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലല്ല. ആരാധന അതൊരു തുടർച്ചയാണ്. ആരാധന അവസാനിക്കുന്നില്ല, ആരാധന തുടങ്ങുന്നതുമില്ല. മെസ്സിഹായെ തിരിച്ചറിഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു സ്വയമായിട്ട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെസ്സിഹ. വേദപുസ്തകത്തിൽ വളരെ ചുരുക്കമായിട്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ രാജാവ് നീ തന്നെ എന്ന് ന്യായാധിപൻ എടുത്തെടുത്ത് പറയുക എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അവിടെ ഒന്നും വേറെ ഒരു ഭാഗത്തും യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. ചില വ്യക്തികളോട്, ചില സമൂഹത്തോട്, ചില ആരാധനയോട്, ചില ജീവിതങ്ങളോട് സ്വയം വെളിപ്പെടുത്തി കിട്ടുന്നതായ ആരാധനയാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ജീവിത ശൈലി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു സ്ക്രിപ്ചർ സെന്റേർഡ് ലൈഫ് നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ആരാധനയിലൂടെയുള്ള ഒരു മാനസാന്തരം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു ബൈബിൾ സെന്റേർഡ് ലൈഫ്, ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരാധനയെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്താല് 2 തരത്തിലുള്ള ആരാധന മാത്രമേ ഉള്ളൂ. ഒന്ന് ദൈവപ്രസാദമുള്ള ആരാധന, 2 ദൈവപ്രസാദം ഇല്ലാത്ത ആരാധന. നമ്മൾ എങ്ങനെ ആരാധിച്ചാലും 2 രീതിയിലുള്ള ആരാധന മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ ആരാധിച്ചാലും
രണ്ട് തരത്തിലുള്ള ആരാധന. ഞാൻ ഈ ക്രിക്കറ്റ് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ക്രിക്കറ്റ് ഔട്ട് വരുമ്പോൾ അപ്പീൽ ചെയ്യുന്നതായ സ്റ്റൈൽ കാണുമ്പോൾ ഈ അമ്പയറിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ഭയങ്കര പ്രകടനം കാണിക്കുന്ന ചില കളിക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പയറിന്റെ മുമ്പിൽ കിടന്ന് ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി ഭയങ്കര ആഘോഷിച്ചിരിക്കുമ്പോൾ ഈ അമ്പയറിന്റെ മുഖഭാവം ക്ലോസ് വരുന്നതാണ്. ഒരു കുലുക്കമില്ലാതെ അനങ്ങാതെ നിൽക്കും, ഒരു കുലുക്കമില്ലാതെ അനങ്ങാതെ നിൽക്കും. അമ്പയറിന്റെ മുഖഭാവം നമുക്ക് നൽകുന്ന ഒരു മനസ്സിലാക്കൽ പറഞ്ഞത്, ഇതിലൊന്നും ഞാൻ എന്റെ തീരുമാനം മാറ്റുകയില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും എന്നെ സ്വാധീനിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. കേരളം ബഹളം ഉണ്ടാക്കി ഇപ്പൊ അമ്പയറിന് അടി കിട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രകടനം. നമ്മുടെ ആരാധനാ രീതികൾ ദൈവപ്രസാദമുള്ള ആരാധനായിരിക്കാനായിട്ടാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആഘോഷിച്ചായാലും സമാധാനപരമായിട്ടാലും ഏത് രീതിയിലായാലും നമ്മുടെ ആരാധന ദൈവപ്രസാദമുള്ള ആരാധനയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആരാധകന്റെ ജീവിതം, ആരാധനയിലെ അർപ്പണം, ആരാധനയുടെ പരിണിത ഫലം. ഇതിന്റെ ഏറ്റവും അവസാന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സ്ത്രീ അവിടെ പാത്രം നിലത്ത് വയ്ക്കുന്നു. 28ാമത്തെ വാക്യത്തിൽ അപ്പൊ യേശുവിനോട് സംസാരിക്കുമ്പോൾ എല്ലാം പാത്രം പിടിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് മെസ്സിഹായെ വെളിപ്പെട്ട് കിട്ടിയപ്പോഴാണ് പാത്രം താഴെ വെച്ചുകൊണ്ട് ഈ സ്ത്രീ ഓടുകയാണ്. ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവൾ ഓടുകയാണ്. ഈ യഹൂദന്മാരുടെ ഒരു സ്ത്രീയോട് സംസാരിക്കുക, പ്രത്യേകിച്ച് ഒരു ശമരിയക്കാരി സ്ത്രീ എന്നുള്ളത് തന്നെ ഒരു മാർജിനലൈസ്ഡ് ആണ്. ശമരിയക്കാരി സ്ത്രീ എന്ന് പറയുമ്പോൾ മാർജിനലൈസ്ഡ് ആണ്, അതിനേക്കാൾ താഴത്തെയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു. അവരുടെ ഇടയിൽ ഒന്നും ഈ സ്ത്രീയുടെ സാക്ഷ്യങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല. അവൾക്ക് അറിയാമായിരുന്നു, ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല, എന്റെ സാക്ഷ്യം ആരും ഗൗനിക്കുകയില്ല, ഇതൊക്കെ അവൾക്ക് അറിയാമായിരിക്കാം. എങ്കിലും ഈ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ, മെസ്സിഹായെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ഓടി ആ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരോടും പറഞ്ഞ് വലിയൊരു സാക്ഷ്യമാണ്. അതിന്റെ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 39ാമത്തെ വാക്യം, സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ഒരു സ്ത്രീയുടെ ആരാധനയെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മാറ്റിയപ്പോൾ ഒരു പട്ടണം മുഴുവനും മാനസാന്തരത്തിന്റെ രക്ഷയുടെ അനുഭവമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ മാനസാന്തരവും രക്ഷയും പട്ടണത്തിന്റെ എല്ലാ രൂപാന്തരവും ഒരു ദേശത്തിന്റെ തന്നെ സൗഖ്യം എല്ലാം നമ്മുടെ ഈ ആരാധനയിലുണ്ട്. ഈ ആരാധനയിലുള്ള വ്യത്യാസത്തോടുകൂടി വലിയ മാറ്റവും രൂപാന്തരം വരും. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ആരാധിക്കുന്നതല്ല, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ആരാധനയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ഇന്നൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ്. നമുക്കിന്ന് ഓപ്ഷൻസ് ഉണ്ട്. ആരാധിക്കാം, ആരാധിക്കാതിരിക്കാം, ഞായറാഴ്ച കിടന്നുറങ്ങാം, അലക്ഷ്യമായിട്ടിരിക്കാം, ഒരുങ്ങി പള്ളി പോലെ നമുക്കിന്നൊരു വീട് പള്ളി പോലെ ആക്കാം. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ആണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഉള്ള ആരാധനയാണ്. പൗലോസും ശീലാസും ജയിലിൽ കിടന്നുകൊണ്ട് ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആരാധന എന്നുള്ള ചിന്തയാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. ദ വർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് ദി ഫെയ്ത്ത് ഓഫ് ദി പീപ്പിൾ. ഒന്ന് പറഞ്ഞത് സ്പിരിറ്റ് സെന്റേഡ് വർഷിപ്പ് ആൻഡ് സ്ക്രിപ്ചർ സെന്റേഡ് ലൈഫ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നീതു പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ചെയ്യുന്ന ദൈവം എനിക്ക് പറയാൻ ദൈവം ഒന്നിന്റെ അഭിനവേദ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം മനുഷ്യൻ ചെയ്തു പോയ ദൈവം എല്ലാ കുറവുകളും കുറ്റങ്ങളും ദൈവം ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവിടെ കർത്താവെ, ദൈവമേ കർത്താവെ എല്ലാത്തിനും കർത്താവെ ഒരു നല്ല വഴി കാണിച്ചു തരുന്നേ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രത്യേകിച്ച്
കർത്താവെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വചനം കേട്ട ദൈവമേ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വചനം മൂലം കർത്താവെ ദൈവമേ ആ വചനത്തിന്റെ മാതൃക അനുസരിച്ച് കർത്താവെ അവിടുത്തെ പാലം തുടർന്ന് ജീവിക്കാൻ ദൈവമേടെ ഓരോരുത്തർ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ ആരാധനയും കർത്താവെ മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാവാൻ ദൈവമേ അടിയങ്ങളെ ഓരോരുത്തർ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ വചനം പറഞ്ഞ ദൈവമേ നിലവാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ നിലവാരെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ ഞങ്ങൾ തിരുമേശ്വരേക്ക് കടന്നു പോകുന്നു കർത്താവെ അവിടുത്തെ പ്രവേശാന്തിയും കൂടെ ഉണ്ടായിരുന്നു എല്ലാം യേശുനാമത്തിൽ തന്നെ. ശുശ്രൂഷയുടെ കുംഭസാരത്തിന്റെ ഉദാശയെ നമ്മൾ കേൾപ്പിക്കുകയാണ്. അങ്ങനെ പാപങ്ങളെ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് വിളിച്ചു പറയാം. ദൈവമേ ഞങ്ങളുടെ കുറവുകളെ നീ ഒന്ന് കാണണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. കുംഭസാരത്തിന്റെ ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഒരുങ്ങാം. കുംഭസാരത്തിന്റെ പ്രാർത്ഥന എന്റെ പിന്നാലെ സർവശക്തിയുടെ തമ്പുരാനെ നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാൻ ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടനുഭവിച്ചു മരിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകി മിശിഹാ തമ്പുരാനെ നിനക്ക് വിരോധമായി സ്വരത്തെ ജീവിപ്പിക്കുന്നതിനും ആശ്വസിപ്പിച്ച് ജീവിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായ അന്ധവിക്കുന്നവരെ കൈക്കൊള്ളുന്നു. നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പേഴ്ച ഞാൻ ഏറ്റുപറയും. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തു. കാരണമാണ് കൃപ നൽകാനുമായ കർത്താവ് ചുങ്കക്കാരനെ ആ പാപിയായ സ്ത്രീ കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട് പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തലപ്പാൻ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവെ ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങളോട് കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവൻ നൽകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എന്റെ സഹോദരൻ പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷയെ കളപ്പെടുവാനായി നിങ്ങളും എന്നോട് പ്രാർത്ഥിക്കും. സ്നേഹത്തിന്റെ ഉറവയും കൃപയുടെ സജീവമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെയും തമ്മിൽ തമ്മിലും അവസാനത്തോളം സ്നേഹിപ്പാൻ കൃപയും സമാധാനം ഐക്യമത്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകത്വം പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും കഴിക്കുന്നു. നിങ്ങൾ
സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി എന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയും സൂക്ഷിക്കണം. സകലത്തിലൂടെയായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്നതിൽ നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹം ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ ഈ സമയത്ത് നമ്മളെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാൻ വന്നിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, അഗ്നിസമാനമായ തരങ്ങളാൽ പരിശുദ്ധനും ഉന്മടങ്ങായ സ്തുതികൾ കൊണ്ട് ശബ്ദത്തിന് സ്തുതിക്കലായ സ്വർഗീയ സൈന്യങ്ങളുടെ തലങ്ങളുടെയും ആ സ്തുതികളോടുകൂടെ ബലഹീനരായ ഞങ്ങളുടെ ദരിദ്രമായ സ്ഥിതിഗതി കലർത്തുമാറാകണമേ. ഞങ്ങൾ ഏക ശബ്ദത്തിൽ സ്തുതിച്ചാർത്ത് പറയുന്നു, ദൈവത്തിന്റെ ഗ്രഹിതപ്രകാരമുള്ള പീഡാനുഭവത്തിന് മുമ്പ് തന്റെ കരങ്ങളിൽ അപ്പം സ്തോത്രം ചെയ്ത് മുറിച്ച് തന്റെ വിശുദ്ധാശ്രീയന്മാർ കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീട്ടിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാശ്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് വിളിപ്പിക്കും. ഇതനേകൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം പിടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവിനോട് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, ജീവന്റെ ചാൽ എന്നതുപോലെ കർത്തൃസമ്മതമായ നിന്റെ കൽപ്പനകളെ ഞങ്ങൾ ആദരിക്കുകയും വിശുദ്ധ സ്ത്രീകന്മാർക്ക് വിശ്വസിച്ച് ദൈവികമായി രഹസ്യങ്ങളെ വിശ്വാസത്തോട് ആചരിക്കുകയും ചെയ്യുവാനാകണമേ. കർത്താവേ, ഭയവും വിലയും നിറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ നിന്റെ വരവിന്റെ ദിവസത്തെ കുറിച്ച് ഞങ്ങളും ഭയപ്പെടുകയും വിളിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ തിരുമുഖം ദർശിക്കുന്നവരെ വേണ്ട ധൈര്യം ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്കില്ലേ. ഭയവും നിറഞ്ഞിരിക്കുന്ന ആ ദിവസത്തിൽ നിന്റെ കൃപയും പ്രകാരമല്ല ഞങ്ങളോട് നീ ഇടപെടരുത്. അതിനാൽ നിന്റെ സഭയിൽ നിന്നോട് നീ മുഖാന്തരം സർവശക്തരെല്ലാവരെയുമേ ഞങ്ങളോട് കരുണ ചെയ്യുമേ മനോദാപത്തോട് പ്രാർത്ഥിച്ചു.
ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ ഈ കുർബാനമേൽ പരിശുദ്ധ ബഹുമാനിയായിരിക്കണമേ. മുഖാന്തരം പാപങ്ങൾ വിരോധിക്കണം. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവീകതാനും ഞങ്ങളെ വിരോധിക്കുകയും അരുതേ. കർത്താവേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. നമ്മുടെ കർത്താവേ, യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായതിൽ നമ്മുടെ കർത്താവേ, യേശുക്രിസ്തുവിന്റെ രക്തമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ശരീരങ്ങൾ ഭക്ഷിച്ചു പഠിക്കുന്നത് ഞങ്ങളെ ആത്മാവിന്റെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കിന്റെ സ്ത്രീയും സ്തോത്രം നിറവേറുന്നു. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേൽക്കരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെ ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസ്തോസും മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായെ, ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെ, ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, യാക്കീം മാർ കുർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലിക്സനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കസീസന്മാർ, ശമാസന്മാർ മുതലായ പട്ടണത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ പേര ചെയ്യുന്നവരാക്കി തീർക്കണമേ. ന്യായാധിപന്മാർക്കും രാജേന്ദ്രജന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സകലനൃത്തിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോട് ദോഷം പ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തലകളെ മറക്കാം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ആരാധന പങ്കെടുക്കണം ദൈവം സഹായിച്ചത് കർത്താവേ, ഞങ്ങളുടെ ആരാധന ദൈവപ്രസാദമുള്ള അനുഭവം ആരാധനയെത്തിക്കൊണ്ടാണ് സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ ആത്മാവ് കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ഒരു ആരാധന നയിപ്പാൻ തക്കോണം കർത്താവെ, ഒരു വചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശബരിമല സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവെ ആരാധന എന്ന ദേശ കർത്താവ് കാണിച്ചു കൊടുത്തപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തിന്റെ രക്ഷയുടെ അനുഭവം പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ ആരാധനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തെയും വെളിപ്പെടുത്തി കിട്ടുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവെ, ലോക ജനതയ്ക്ക് കർത്താവെ സമാധാനം ആശ്വാസം നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേകം കർത്താവെ കൊറോണ വൈറസിന്റെ പ്രയാസം മൂലം പല തകർച്ചയിലും പ്രയാസത്താൽ രോഗത്താലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ രോഗത്തിൽ നിന്ന് ദേശത്തിന് സൗഖ്യം വരുവാൻ നീ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗത്തിന്റെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ അവിടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം നീ ഒന്ന് സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കർത്താവെ വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സമാധാനാശ്വാസം നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ രോഗികളായ ഭാഗങ്ങൾ അനുഭവിക്കുന്നു, കഷ്ടതകൾ അനുഭവിക്കുന്നു, സാമ്പത്തിക ഞെരുക്കുന്നു, പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സകലതീശ്വര നാമത്തിൽ തന്നെ ആരംഭമില്ലാത്തവനാദിയാകുന്ന ജനകരമായ ഹൃദയങ്ങളെ താവളെ നിങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. വെളിപ്പെടാതരങ്ങളോടും ഉല്ലാസകൂടാതെ മുഖത്തോട് നിന്നുകൊണ്ട് ഏകജാതനെ മന്ത്രിയോട് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോട് മുൻപായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആശ്രമാഹാരം തരണമേ. ഞങ്ങളുടെ കർത്താവിനെ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും സ്വയംഭവമായും ആദ്യമൊന്നുമില്ലാത്തതും അന്ത്യമായ വേഗമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വവും തന്നെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം നാം ആദരവോടും ഭയത്തോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദൈവവും ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകമഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പരിശുദ്ധ സ്തുതി. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനികളാൽ അതിനെ കെട്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നതും നിവർത്തി വരുന്നതുമായ ജീവനും വിശുദ്ധിയുമായും നമ്മോടുകൂടെ ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്റെ സഹോദരൻ വാത്സല്യമുള്ളവർക്ക് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്നവരാൽ കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. സ്തുതി. മരണം
ദൈവമേ കൈക്കൊള്ളുന്ന ആരാധനക്കാരെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ ഇഷ്ടമായ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്ന മേലുമേ കൈക്കൊള്ളുന്നവരുടെ മേലുമേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായി ദൈവത്തിന്റെ ആദ്യ കൽപ്പനകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽ കടലത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവേശുമിശിഹായുടെ തിരുശരീരങ്ങൾ ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ കൈക്കൊള്ളുക. ആമേൻ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതാതിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്താതിന്റെ രക്തവും ഞങ്ങൾക്ക് ആർക്ക് കുറ്റത്തിന് ശിക്ഷാവിധിക്കുമായി ഭവിക്കരുത്, എന്നാലോചിച്ച് രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം നീ ചൊരിയണമേ.
പ്രകാശിക്കുന്ന വാഴ്വോടും അനുഗ്രഹങ്ങളോടുകൂടി വിശുദ്ധിയും മാത്രമുള്ള തൃത്വത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ ഞാൻ നിർവഹിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ചെയ്യുന്ന ശ്രീമായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതുമായുള്ള ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും.